നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കൊള്ളാം നകുൽ, എന്തായാലും നിന്റെ ഈ പ്ലാൻ വർക്കൗട്ടായി. ഇതുകൊണ്ടൊന്നും തീരില്ല ശ്രേയ. നാളെ രാവിലെ അടുത്ത ബോംബും പൊട്ടും. അതെന്താ? അതൊക്കെ നീ കണ്ടോ. ശരി, എന്തായാലും കുഴപ്പമില്ല. മഹിയേട്ടനും ഗംഗയും തമ്മിൽ അകലണം. ഗംഗ ഇവിടുന്ന് പോണം. എനിക്ക് ഇത് രണ്ടും നടന്നു കിട്ടിയാൽ മതി. അത് നടന്നിരിക്കും. ഗംഗ മഹിയേട്ടനിൽ നിന്ന് അകലുന്ന ഗ്യാപ്പില് ഞാൻ എങ്ങനെയെങ്കിലും മഹിയേട്ടന്റെ മനസ്സിൽ കയറിക്കോളാം. അതൊക്കെ നിന്റെ മിടുക്കാണ് ശ്രേയ. ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന എല്ലാം ചെയ്തു തരുന്നുണ്ട്. നിന്റെ ലക്ഷ്യം നേടിയെടുക്കേണ്ടത് നിന്റെ മാത്രം ഉത്തരവാദിത്വം. അതൊക്കെ ഞാൻ ചെയ്യും. മഹിയേട്ടനെ ഞാൻ സ്വന്തമാക്കിയിരിക്കും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മഹിയേട്ടാ, ദാ കാപ്പി. ചുക്ക് കാപ്പിയാ. ഇത് കുടിച്ചാ മഹിയേട്ടന്റെ പനിയും ക്ഷീണവും ഒക്കെ മാറും. നീ എന്താ ശ്രേയ ഈ വിഷയത്തില്? ശ്രേയോ? ഞാൻ ഗൗരിയാ മഹിയേട്ടാ. മഹിയേട്ടന്റെ ഗൗരി. നിനക്ക് എന്താ പറ്റിയത്? ആരോട് ചോദിച്ചിട്ടാ ഈ സാരി കൊടുത്തത്? ഇതെന്റെ സാരിയല്ലേ? മഹിയേട്ടൻ എനിക്ക് വാങ്ങി തന്ന സാരി. ശ്രേയ വേണ്ട, ഇതൊക്കെ ചെയ്യാൻ എനിക്കറിയാം. എന്തറിയാന്ന്? എന്നിട്ട് തല പോലും മര്യാദക്ക് തുടച്ചിട്ടില്ലല്ലോ. ഇങ്ങോട്ട് കാണിക്ക, ഞാൻ തുടച്ചുതരാം. നിനക്കെന്താ വട്ടാണോ ശ്രേയ? എന്തിനാ മഹിയേട്ട എന്നോട് അകൽച്ച? ഞാൻ മഹിയേട്ടന്റെ ഗൗരിയല്ലേ, മഹിയേട്ടന്റെ സ്വന്തം. മഹിയേട്ടനും നമ്മുടെ കുഞ്ഞും മാത്രം എന്റെ മനസ്സില്. ശ്രേയ നിർത്ത, മതി നിന്റെ നാടകം. എന്റെ ഗൗരിയുടെ പേര് പറയാൻ പോലും നീ യോഗ്യല്ല. എന്തിനാ മഹിയേട്ട എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നേ? ഞാൻ മഹിയേട്ടന്റെ ഗൗരിയാ. വെറുതെ കുറുമ്പ് കാട്ടാതെ മഹിയേട്ടനെ കാപ്പി എടുത്തു കുടിച്ചേ. ഇനിയും നീ ഇങ്ങനെ ഓരോന്ന് വിളിച്ചു പറഞ്ഞാ എനിക്ക് നല്ല ദേഷ്യം വരും. മഹിയേട്ടന് എന്താ പറ്റിയത്? മഹിയേട്ടന്റെ ഗൗരിയോടാണോ ഈ ദേഷ്യപ്പെടുന്നത്? എന്താ ഇതൊക്കെ? മഹിയേട്ടാ, എന്താ എനിക്ക് പറ്റേ? ഞാൻ എന്താ ഇപ്പൊ പറഞ്ഞേ? അത് തന്നെയാ ഞാനും ചോദിക്കുന്നേ. നിനക്കെന്താ പറ്റിയേ? എന്തിനാ ഈ വേഷം കെട്ടല്? അയ്യോ, ഇതേതാ സാരി? ഇതെങ്ങനെ എന്റെ ശരീരത്തിൽ വന്നേ? എനിക്കറിയില്ല മഹിയേട്ടാ. ഞാൻ അറിയാതെ എന്തൊക്കെയോ ചെയ്തു പോവാ. ബാധ കയറിയത് പോലെയൊക്കെ തോന്നുവാ. നീ ആരോട് ചോദിച്ചാണ് ഈ സാരി എടുത്തത്? ഗൗരിയുടെ സ്ഥാപനങ്ങളൊന്നും ആരും എടുക്കുന്ന എനിക്ക് ഇഷ്ടമല്ലെന്ന് നിനക്കറിയാവുന്നല്ലേ? അയ്യോ മഹിയേട്ടാ, ഞാനൊന്നും അറിഞ്ഞോണ്ട് എടുത്തല്ല. ഇതൊക്കെ അറിയാതെ സംഭവിച്ചു പോകുന്നയാ. നീ തൽക്കാലം പുറത്തു പോ. മഹിയേട്ടൻ എന്നോട് ദേഷ്യമാണോ? ശ്രേയ, നിന്നോട് ഞാൻ മര്യാദക്കാ പറഞ്ഞത്. പെട്ടെന്ന് ഇവിടുന്ന് പുറത്തു പോ. മഹിയേട്ടൻ, ഞാൻ നിനക്ക് പറഞ്ഞാ മനസ്സിലാവില്ലേ? അയ്യോ, മഹിയേട്ടാ,
അങ്ങനെ എളുപ്പമൊന്നും എന്നെ നിങ്ങളിൽ നിന്ന് അകറ്റാൻ സാധിക്കില്ല. അതിന് എത്ര ശ്രമിച്ചാലും ഞാൻ വീണ്ടും മഹേട്ടനോട് അടുക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. മഹേട്ടൻ എന്നോട് അടുക്കാൻ ശ്രമിച്ചപ്പോഴെല്ലാം എനിക്ക് അകന്നു മാറി നിൽക്കേണ്ടി വന്നു. ഇപ്പൊ ഞാൻ അടുക്കാൻ ശ്രമിക്കുമ്പോ മഹേട്ടൻ എന്താ അകലുന്നത്? രാവിലെ ഞാൻ അടുത്ത് ചെന്നപ്പോ വലിയ സന്തോഷ സ്നേഹം എല്ലാം ആയിരുന്നു. ആ ആളല്ല ഇപ്പൊ മഹേട്ടൻ. മഹേട്ടന്റെ മനസ്സില് എന്തോ ഒരു കരട് വീണിട്ടുണ്ട്. അതെന്താണെന്ന് അറിയണം. ഇതേ സമയത്ത് ശ്രേയചന്ദ്രനെ വേഷം കെട്ടി മഹേട്ടന്റെ അടുത്ത് പോകുന്നത് എന്തോ കുഴപ്പമുണ്ടല്ലോ. സങ്കടപ്പെട്ടിരിക്കുന്നേ? മഹേട്ടൻ എന്നോടെന്തോ അകൽച്ചയുള്ളത് പോലെ പെരുമാറുന്നു. അതോർക്കുമ്പോ എനിക്ക് സങ്കടം വരാമാണു. ഗംഗ വിഷമിക്കാതെ. അച്ഛൻ എന്തോ ടെൻഷനില് വന്നതുകൊണ്ടായിരിക്കും. അല്ലാതെ ഗംഗയോട് അച്ഛന് ദേഷ്യമൊന്നും ഉണ്ടാവില്ല, അത് ഉറപ്പാ. ഗംഗ അച്ഛന് വലിയ ഇഷ്ടാ. അതുകൊണ്ടല്ലേ ഗംഗയെ കല്യാണം കഴിച്ചത്. പിന്നെന്തിനാ ഗംഗ വിഷമിക്കുന്നേ? മഹേട്ടൻ എന്നോട് ചെറിയ അകൽച്ച കാണിച്ചപ്പോഴേ എനിക്ക് ഇത്ര സങ്കടം വന്നെങ്കില് ഞാൻ അകന്ന് നടന്നപ്പോ മഹേട്ടൻ എന്തുമാത്രം സങ്കടപ്പെട്ടിട്ടുണ്ടാവും അല്ലേ? അത് ശരിയാ. ഗംഗ എന്തിനാ അകന്നു നടക്കാൻ പോയത്? അത് അപ്പോഴത്തെ ഒരു സാഹചര്യം അങ്ങനെ ആയിപ്പോയി. അപ്പൊ അച്ഛനും അങ്ങനെ എന്തെങ്കിലും സാഹചര്യം വന്നതായിരിക്കും. അത് മാറുമ്പോ ഓക്കെ ആവും. എന്നാലും അതെന്താന്ന് അറിയാത്തത് കൊണ്ട് ഒരു മനസ്സമാധാനമില്ല. എന്നാൽ നമുക്ക് പോയി അച്ഛനോട് കാര്യം എന്താന്ന് ചോദിച്ചാലോ? ഇപ്പൊ വേണ്ട. ഇപ്പൊ ചോദിച്ചാൽ ശരിയാവില്ല. നമുക്ക് പിന്നെ ചോദിക്കാം. ഓക്കെ, പിന്നെ ചോദിക്കാം. പക്ഷെ അതുവരെ ഗംഗ വിഷമിച്ചിരിക്കാൻ പാടില്ല. ഗംഗ വിഷമിച്ചിരുന്നാലേ എനിക്ക് സങ്കടം. അതാ വിഷമിച്ചിരിക്കില്ലെന്ന് പറഞ്ഞത്. ഗംഗ വാ, ഇവിടെ കിടക്ക്. മാള ഉറങ്ങിക്കോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.